ജിത്തു ജോസഫ് അണ്ണാ നിങ്ങൾ പണി നിർത്താറായോ എന്ന ചോദ്യം ഇത് മലയാളികൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ മാസങ്ങളായി. ഓരോ സിനിമകളും ഇപ്പം നമ്മളൊരു സിനിമ കാണുമ്പോൾ ഞാനൊരു സിനിമ കാണുമ്പോൾ ജിത്തു ജോസഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി എത്ര നേരത്തെ പടങ്ങൾ ഫ്ലോപ്പായാലും നമ്മൾ പോയി കാണും. കാരണം ജിത്തു ജോസഫ് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് അതാണ്. ദൃശ്യമായാലും മെമ്മറീസ് ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള മൈ ബോസ് പോലുള്ള സിനിമകൾ, കോമഡി സിനിമകൾ ചെയ്തിട്ടുള്ള ആൾ, ത്രില്ലറിൻ്റെ അങ്ങ് ഉസ്താദ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യം നല്ല പേഴ്സണാലിറ്റി ഒക്കെയുള്ള ജാടയും വേലയൊന്നും ഇല്ലാത്ത എന്നാൽ നല്ല ഗംഭീര ഒരു ഡയറക്ടർ. ഈ ലാസ്റ്റ് ചെയ്ത പടങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. നുണക്കുഴി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. കണ്ടുകൊണ്ടിരിക്കാൻ ഒരു ഹ്യൂമറാണെങ്കിൽ ഹ്യൂമർ പോട്ടെ, ഒന്നുമില്ലാത്തൊരു സിനിമ, എന്നാൽ താരനിബിഡമായ ഒരു സിനിമ. ഒരുപാട് താരങ്ങൾ, മനോജ് കെ ജയനും ബൈജു ഒക്കെ ഉണ്ടെങ്കിലും ഒരു കൂറ സിനിമ. കൂമൻ. കൂമൻ ഫസ്റ്റ് ഹാഫ് സൂപ്പറാണ് ആസിഫ് അലിയുടെ. സെക്കൻഡ് ഹാഫ് നാടകീയതയും, ഒന്നാമത് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും മോശം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, സതീഷ് കുറുപ്പ് എന്ന് പറയുന്ന ഒരു സിനിമാറ്റോഗ്രാഫർ ഇത്രയും മോശം സിനിമാറ്റോഗ്രാഫി. ദൃശ്യം 2 എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ തിയേറ്ററിൽ വരാതിരുന്ന ഭാഗ്യമായി. തിയേറ്ററിൽ വന്നിരുന്നെങ്കിൽ ഒരുപാട് ട്രോൾ കിട്ടിയേനെ. കാരണം അതിൻ്റെ സീരിയൽ പോലെ എടുത്തു വെച്ചേക്കുമായിരുന്നു. പക്ഷേ അതിൻ്റെ ക്ലൈമാക്സ്, അതിൻ്റെ ട്വിസ്റ്റ് കൊണ്ട് മാത്രം ഇടിച്ചു കയറി ആൾക്കാർ വിസ്മയിപ്പിച്ച് കണ്ട ഒരു സിനിമയാണ്. പക്ഷേ സിനിമാറ്റോഗ്രാഫി വളരെ മോശം, ടെക്നിക്കൽ സൈഡൊക്കെ വളരെ മോശമായിട്ടാണ് ജിത്തു ജോസഫ് ശ്രദ്ധിക്കുന്നത്. കാരണം പൈസ എടുത്ത് കാശ് ചെലവാക്കിയിട്ടുള്ളൊരു സിനിമാ രീതിയൊന്നും ജിത്തു ജോസഫിന് കാണുന്നില്ല. ഇനി കൂമൻ കഴിഞ്ഞു വരുമ്പോൾ മിറാഷ്, ഞാൻ ഈ കഴിഞ്ഞ ഒരു കൊല്ലം കണ്ടതിൽ ഏറ്റവും മോശം പടങ്ങളിലൊന്ന്. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു സംവിധായകൻ എന്നാലോചിക്കണം. അന്നേരം നമ്മൾ ആദ്യത്തെ ഷോ പോയി കാണുകയാണ്. എന്തൊരു പൊട്ടപ്പടം, തുടക്കം മുതൽ അവസാനം വരെ എന്തൊരു പൊട്ടപ്പടം എന്ന് പറഞ്ഞാൽ പൊട്ടപ്പടം. ഇനി വലതുവശത്തെ കള്ളൻ, 2 ഗംഭീര ആർട്ടിസ്റ്റുകളെ കിട്ടി, ബിജു മേനോനും ജോജു. ഗംഭീര പ്രൊഡക്ഷൻ ടീമിനെ കിട്ടി, ഓഗസ്റ്റ് ഫിലിംസ്. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടും ഇദ്ദേഹം അവരൊന്നും സത്യം പറഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്തില്ല. ഒരു സ്ക്രിപ്റ്റ് എന്തോ മോശം. ഇതിനകത്ത് IQ ലെവലിനെ കുറിച്ചൊക്കെ പറയുന്നതൊക്കെ വെച്ച് നോക്കി ഒരു ബന്ധവുമില്ല. നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ നാണക്കേടാണ്. കാരണം ജിത്തു ജോസഫ് ഇനിയും വളരെ ശ്രദ്ധിക്കണം. ദൃശ്യം 3 ചിലപ്പോൾ ഒരു വിസ്മയമായിരിക്കാം. ദൃശ്യം 3ക്ക് ശേഷം എന്നൊരു ചോദ്യം ഭയങ്കരമായിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ ആരാധകരാണ്. ജിത്തു ജോസഫ് വളരെ സൂക്ഷിച്ച് സിനിമ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. റാം എന്ന് പറയുന്ന 150 കോടി രൂപയ്ക്കൊക്കെ എടുത്തു വെച്ചേക്കുന്ന പടമാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഗംഭീരമല്ലെങ്കിൽ അത്രയും നിർമ്മാതാവിന് കൊടിയ നഷ്ടം ഉണ്ടാകാനാണ് ചാൻസ് കൂടുതൽ. ദൃശ്യം 3 ഗംഭീരമാകട്ടെ, അതിനുശേഷവും ജിത്തു ജോസഫ് വളരെ, നമുക്ക് ഒരു വർഷത്തിൽ 3 പടമൊന്നും ജിത്തു ജോസഫിന് വേണ്ട, ഒരെണ്ണം മതി, അത് ഗംഭീരമായിട്ട് കിട്ടട്ടെ എന്ന്. കാരണം അദ്ദേഹം എന്ന് പറയുന്ന ഡയറക്ടറെ നമ്മൾ അത്രയധികം, റൈറ്ററിനെയും ഡയറക്ടറിനെയൊക്കെ അതുപോലെ നമ്മൾ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പടം കാണാൻ ടിക്കറ്റ് എടുക്കുമ്പം മിനിമം ഗ്യാരണ്ടി പ്രതീക്ഷിക്കുന്നു. അതില്ലാതാക്കുന്നതാണ് ഈ കഴിഞ്ഞ ഇടങ്ങളിൽ ഇറങ്ങിയ എല്ലാ പടങ്ങളും. തിരിച്ചു വരട്ടെ അതിശക്തമായെന്ന് ആശംസിക്കുന്നു.